കേരള പോലീസ് കാട്ടിയ ജാഗ്രതയോടുകൂടിയിട്ടുള്ള സമീപനത്തിന്റെ ഭാഗമായിട്ടാണ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി മുമ്പാകെ സിദ്ദിഖിനെതിരായിട്ടുള്ള പരാതിയുടെ ഭാഗമായിട്ടുള്ള തെളിവുകൾ ഹാജരാക്കുകയും അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം നിഷേധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഈ കേസിന്റെ ഗൌരവാവസ്ഥ കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് മുൻകൂർ ജാമ്യം നിഷേധിച്ചിട്ടുള്ളത്. ആ മുൻകൂർ ജാമ്യം നിഷേധിച്ചതിന് ശേഷം അദ്ദേഹത്തെ പിടിക്കുന്നതിന് വേണ്ടി, അറസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. കേരളത്തിനകത്തും പുറത്തും അദ്ദേഹത്തിന് എതിരായിട്ടുള്ള ലുക്കൌട്ട് നോട്ടീസ് ഇന്ന് ഉണ്ട് എന്നുള്ളതാണ്. നിയമത്തിന് വിധേയമായിക്കൊണ്ട് പ്രവർത്തിക്കാനുള്ള ഉത്തരവാദിത്വം തീർച്ചയായിട്ടും അദ്ദേഹത്തെ പോലുള്ള ഒരാളുടെ ഭാഗത്തു നിന്നുണ്ടാവണം എന്നുള്ളതാണ് അതിനെ സംബന്ധിച്ചുള്ള അഭിപ്രായം. രാജ്യത്ത് തന്നെ 1-ാം നമ്പർ പോലീസിന് സിദ്ദീഖിനെ പോലെ ഒരാളെ ഇതുവരെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. അതിനിടയിൽ ഒരു ഫോൺ സ്വിച്ച് ഓൺ ആക്കിയിട്ടുണ്ട്, പിന്നീട് ഓഫായി. ആ നിലയിൽ ഇത്രയും ഒരു സാധ്യതയും സാഹചര്യം ഉണ്ടായിട്ടും എന്തുകൊണ്ട് പിടിക്കാൻ കഴിയുന്നില്ല? അതിലൊരു ആശങ്കയും ഇല്ല എന്നാണോ പറയുന്നത്? പോലീസ് എല്ലാ തരത്തിലുള്ള ജാഗ്രതയും കൈക്കൊണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഏത് സാഹചര്യത്തിലാണ് അദ്ദേഹം ഇങ്ങനെ മുങ്ങി നടക്കുന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. കേരളത്തിലെ പോലീസ് കാട്ടിയിട്ടുള്ള വളരെ ഗൌരവതരമായിട്ടുള്ള ഇടപെടലിന്റെ ഭാഗമായിട്ടാണ് സിദ്ദിഖിനെതിരായിട്ടുള്ള ആരോപണത്തിൽ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി മുമ്പാകെ എല്ലാ തെളിവുകളും ഹാജരാക്കുകയും അദ്ദേഹത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ നിഷേധിക്കുകയും ചെയ്തിട്ടുള്ളത്. അത് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള ജാഗ്രതയുടെ ഭാഗമായിട്ട് തന്നെയാണ് പ്രോസിക്യൂഷൻ ആ തരത്തിൽ ഇടപെട്ടിട്ടുള്ളത്. പിന്നെ എന്താണ് പോലീസിന്റെ ഒരു അത്താശയും ഈ കാര്യത്തിലുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. ദേശീയ വനിതാ കമ്മീഷൻ കേരളത്തിൽ വരുമെന്ന് പറയുന്നുണ്ട്. ഈ വിഷയമായി ദേശീയ വനിതാ കമ്മീഷൻ അംഗം ശ്രീമതി ദലീന കഴിഞ്ഞ ദിവസം കേരളത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. അവർ വരുന്നു എന്ന അറിയിപ്പ് കേരള വനിതാ കമ്മീഷന് കിട്ടിയതിനെ തുടർന്ന് കേരള വനിതാ കമ്മീഷന്റെ ചെയർപേഴ്സൺ എന്നുള്ള നിലയിൽ ഞാനും കമ്മീഷൻ അംഗങ്ങളും കമ്മീഷന്റെ ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ അവരെ കാണാൻ വേണ്ടി ഗസ്റ്റ് ഹൌസിൽ പോയിരുന്നു. അവർക്ക് അറിയേണ്ടിയിരുന്നത് കേരള വനിതാ കമ്മീഷൻ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മായി ബന്ധപ്പെട്ടുകൊണ്ട് കൈക്കൊണ്ടിട്ടുള്ള നടപടികൾ എന്താണ് എന്നതിനെക്കുറിച്ചാണ്. ഞാൻ വളരെ വിശദമായിട്ട് ഞങ്ങൾ തുടക്കം മുതൽ WCC കേരള വനിതാ കമ്മീഷന് നൽകിയിട്ടുള്ള പരാതിയുടെ അടിസ്ഥാനത്തിൽ, കംപ്ലൈന്റിന്റെ അടിസ്ഥാനത്തിൽ 2021 മുതൽ ഞങ്ങൾ കൈക്കൊണ്ടിട്ടുള്ള നടപടികളെ സംബന്ധിച്ചെല്ലാം വിശദീകരിച്ചു.